അങ്ങനെ വൺ പീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒന്നൊന്നര ചാപ്റ്ററാണ് റിലീസായിട്ടുള്ളത്. ചാപ്റ്റർ 1174. എനിക്ക് ഇൻട്രോ പറയാൻ പോലും തോന്നില്ല, കാര്യം അത്ര അടിപൊളി ചാപ്റ്ററാണ്. പനിയും പിടിച്ച് കിടന്ന് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യേണ്ടെന്നാണ് ഓർത്തത്. പക്ഷേ ഇതെന്തായാലും ചെയ്യാതെ എനിക്കിത് കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. സോ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. പിന്നെ ഈ പേജ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ നിന്ന് ഇപ്പം തന്നെ റെക്കമെൻഡ് ചെയ്യാനും മറക്കേണ്ട. സോ നമുക്ക് നേരം തന്നെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദി സ്ട്രോങ്ങസ്റ്റ് ഇൻ ദി വേൾഡ് എന്നാണ്. ചാപ്റ്ററിന്റെ കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ റോജറിനെ കാണാൻ സാധിക്കും. ഒരു ടീറക്സിന്റെ ഇവിടെ റോജറായിട്ട് അതിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഷോമേസ് പറഞ്ഞു, കോപ്പ് ആ നാശം പിടിച്ച ഡ്രീം മോൺസ്റ്റർ കാരണം എല്ലാം നശിച്ചു. കപ്പൽ മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന ക്ലൗഡ്സും എല്ലാം പോയിട്ടുണ്ട്. ഇതെന്തായാലും അലമ്പായല്ലോ. എനിക്കാണെങ്കിൽ ആ ആരോസിന്റെ എഫക്ട്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. ഈ പിള്ളേർ ഉറപ്പായിട്ടും ആ കുഴിയിൽ വീണ് ചിന്നി ചിതർന്നായിരിക്കും. ഗുങ്കോ, നിനക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നീ എത്രയും പെട്ടെന്ന് തന്നെ ആ പിള്ളേരെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് നമ്മുടെ ഷോമേസ് പറയും ചെയ്യും. ഈ സമയത്ത് ക്യുലിംഗം പറയും ചെയ്യും, അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ലോർഡ് ഇമുസമയാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഈ ടൈമിൽ ബാക്കിയുള്ള പിള്ളേരുടെ രക്ഷിതാക്കളൊക്കെ അവിടേക്ക് വന്നിട്ട് പറയും ചെയ്യും, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ രക്ഷിക്കണം. കോപ്പ്, ഇത് എന്നെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ട് ഒന്നും പറ്റുന്നില്ലല്ലോ. എടാ മന്ദബുദ്ധികളെ, ആ യൂസ്ലെസ് ഫൂൾസ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേന്നാവും. അല്ല, ഇവരവരുടെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാനല്ല നോക്കുന്നത്. പക്ഷെ ത്രോൺസ് ഉള്ള കാരണം അവരെ ടച്ച് ചെയ്യാനായിട്ടും പറ്റത്തില്ലല്ലോ. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ആ പിള്ളേരെല്ലാവരും അവിടെ താഴെ വീണ് മരിക്കത്തില്ലേ? അയ്യോ, അത് നല്ല രസമായിരിക്കുമല്ലോ. ഗുങ്കുവിൻ്റെ പവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലല്ലോ, ഗുങ്കു കാരണമല്ലേ. അപ്പം എങ്ങനെ പോയാലും എനിക്കിതിൻ്റെ പഴി കിട്ടത്തുമില്ല. ഇപ്പോൾ ഇത് ഗ്രേറ്റ് വണ്ണല്ലേ അവിടെയുള്ളത്. ഓ, എനിക്കിത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും കിടന്ന് കരയുന്ന കേട്ടില്ലേ? ഇതിങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം തന്നെ ടച്ച് ആവുന്നുണ്ടല്ലോ. ഈ സമയത്ത് തന്നെ എന്നിട്ട് അവൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവിടെയുള്ള പിള്ളേരുടെ അച്ഛനും അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഇനിഷ്യലുള്ള പ്ലാൻ എന്ന് പറയുന്നത് പിള്ളേരെല്ലാവരും സേഫായിട്ട് ഹോളി ലാൻഡിലേക്ക് എത്തിക്കാനായിട്ടായിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും കണ്ട പോലെ തന്നെ അതിന് നടക്കുമെന്ന് തോന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഷിപ്പും അവിടെ ഉണ്ടായിരുന്ന മേഘവും എല്ലാം വൈപ്പ് ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളെല്ലാവരും ഇപ്പോൾ താഴത്തേക്ക് വീണ് മരിക്കാനായിട്ട് പോകുവാണ്. ശരിയാണ്, അവിടെ നോക്കിയേ, അവിടെ ഒന്നും തന്നെ ഇല്ലെന്ന് പിള്ളേർ പറയുകയും ചെയ്യും. ഇതെന്തായാലും എനിക്ക് കാണാൻ നല്ല രസമായിരിക്കും. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി കരയാൻ നോക്ക്. ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഒഹിമോ അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നത്, കോപ്പ്, എൻ്റെ കൈ പോയാലും കുഴപ്പമില്ല, ഞാൻ എന്ത് വന്നാലും ഇവരെ സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആ കുട്ടികളെ പിടിച്ച് നിൽക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ കയ്യിലേക്ക് ആ ത്രോൺസ് ഒക്കെ തറച്ച് കയറുന്ന മാത്രമേ ഉള്ളായിരുന്നു. ഗ്രാൻഡ് ഒഹിമോ, നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവരെല്ലാവരും താഴത്തേക്ക് വീണിരിക്കും. ഇതെല്ലാം കാണുന്ന ക്യുലിംഗം പറയും ചെയ്യും, ഷുമേസ് നോയെ, നീ അവിടെ എന്ത് ചെയ്യുവാണ്? പെട്ടെന്നായിരുന്നു ഒഹിമോ താഴത്തേക്ക് വീണത്. ഗ്രാൻഡ് ഒഹിമോ, താങ്കൾ ഓക്കെ അല്ലേ? എന്നോട് ക്ഷമിക്ക്, എനിക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കോപ്പ്, ആരും ഉള്ളത്രയും കാലം നമുക്കിവിടെ ഒന്നും ചെയ്യേണ്ട സാധിക്കത്തില്ലേ? നമുക്ക് നമ്മുടെ പിള്ളേരെ രക്ഷിക്കാനായിട്ട് പറ്റത്തില്ലേ? എന്താണ് ഈ പറയുന്നത്? നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ലെന്നോ? അപ്പോൾ എന്താണ്, നമ്മുടെ മക്കൾ താഴെ വീഴുന്ന കണ്ടുകൊണ്ട് നിൽക്കണമെന്നാണ് ഈ പറയുന്നത്? അവർ റിലിം ഓഫ് ഡെഡിലേക്ക് അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവരുടെ ബോഡി പോലും റിക്കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ നായകൾ ഇവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഈ സമയത്ത് ആ കുട്ടികൾ നടക്കാൻ നേരത്ത് പറയും ചെയ്യും, ഞാൻ എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനുള്ള പണിഷ്മെൻ്റ് ആയിരിക്കും ഇത്. പണിഷ്മെൻറ്റോ? ശരിയാണ്, ഞാനും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയുന്നത് നമ്മൾ ചെയ്ത തെറ്റുകാരനാണെന്നാണോ? അങ്ങനെ ആയിരിക്കുമോ? ഞാൻ വാക്ക് തരുവാണ്, ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയായിക്കോളാം. എന്നെ ആരെങ്കിലും രക്ഷിക്ക്, എന്നോട് ക്ഷമിക്കുന്നുണ്ട്. പിള്ളേരാട്ടെ അവിടെ കിടന്ന് ടെൻഷൻ അടിച്ച് കിടന്ന് കരയുന്നുണ്ട്. ഷുമേസാട്ടെ ഇതെല്ലാം നന്നായിട്ടോ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ഗബാനും കയറുന്നത്. ഞാനും ഇനി പറയുന്നതൊക്കെ കേട്ടോളാം. പിന്നെ കാണിക്കുന്ന ചെറിയൊരു ഫ്ലാഷ് ബാക്കാണ്. റിപ്ലി പറയുകയും ചെയ്യും, നിനക്കറിയാലോ, നിന്നെപ്പോലുള്ള കുരുത്തക്കെട്ട കുട്ടികളെയാണ് സൺ ഗോഡ് എപ്പോഴും നോക്ക വെക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഒരു ഡ്യൂവൽ കാരണം ജയിച്ചതാണ്. എടാ, നിന്നെപ്പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്കിയുള്ള പിള്ളേരെ വേണം നോക്കാനായിട്ട്. ചെല്ലിയിൽ പോയി പെട്ടെന്ന് തന്നെ ക്ഷമ പറയാൻ നോക്ക്. ഈ സമയത്ത് മറ്റൊരു പെണ്ണെ കാണിക്കുകയും ചെയ്യും, അല്ല നീ എന്താ മുഴുവൻ കഴിക്കാഞ്ഞത്? നിനക്ക് എൻ്റെ ഫുഡൊന്നും അത്ര ഇഷ്ടമല്ലേ? എനിക്ക് ഇഷ്ടമൊന്നുമല്ല, മമ്മിയുടെ ഫുഡൊന്നും വലിയ ഇതില്ല. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛൻ്റെ സോഴ്സ് ഒന്നും എടുക്കില്ലെന്ന്. പിന്നെ ഞാൻ എടുക്കുന്നും പറഞ്ഞിട്ട് പല കുട്ടികളുടെ ഫ്ലാഷ് ബാക്കാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് എനിക്ക് ഗ്രാൻഡ് ഇഷ്ടമല്ല, എന്നാ മണമാണ്. അല്ല, നീ കള്ളം പറയുവാണോ? നിനക്കറിയാലോ, നീ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്കിതിനെ സഹായിക്കാനായിട്ട് പറ്റത്തില്ല. അല്ല അമ്മ, താങ്കൾ എന്തിനാണ് ഈ ഹോംവർക്ക് എടുത്തിട്ട് വന്നത്? ഞാനത് മനഃപൂർവ്വം മറന്നു വെച്ചല്ലേ. കോപ്പ്, എന്തിനെടുത്തിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരായിട്ട് അവിടെ കിടന്ന് ബഹളം വെക്കുവാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ കൊളോനായിട്ട് നടന്ന് ആ ഹാർബറിൻ്റെ തൊട്ടറ്റത്തെത്തിയിട്ടുണ്ട്. അമ്മ, എനിക്ക് മരിക്കണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ പെട്ടെന്ന് റിപ്ലി ഓടി വന്ന് അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് പറയും ചെയ്യും, വാ മോനെ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. അമ്മ ഇതെന്ത് കാണിക്കുകയാണ്? മുന്നിൽ നിന്ന് മാറാൻ നോക്കിയേ, നമ്മളെല്ലാവരും ഒരുമിച്ച് വീണ് കഴിഞ്ഞാൽ അമ്മയും മരിക്കും. കുഴപ്പമില്ല,
അതല്ലേ കുറച്ചുകൂടെ നല്ലത്. എനിക്കെന്തായാലും നിന്നെ ഒറ്റയ്ക്ക് മരിക്കാൻ വിട്ടുവിടില്ലെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും നേരെ ആദ്യം തന്നെ താഴത്തേക്ക് വീഴുവാണ്. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ള പിള്ളേരുടെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരെല്ലാവരും അവരൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മ, അച്ഛ, അപ്പൂപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരെല്ലാവരും കിടന്ന് കരയുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇതെല്ലാം കൊണ്ടിട്ട് ഷോമേസ് ഇരുന്ന് പൊട്ടിച്ചിരിക്കുവാണ്. ഈ സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടി പറയും ചെയ്യും, എനിക്ക് പേടിയൊന്നുമില്ല, കാര്യം നമ്മളെല്ലാവരും രക്ഷിക്കുമല്ലോ. അല്ല, നമ്മളെല്ലാവരും രക്ഷിക്കുമല്ലെന്ന് പറഞ്ഞപ്പോൾ റോഞ്ചാന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ആ കൊച്ചിൻ്റെ അച്ഛനോടൊന്ന് പിടിക്കുകയും ചെയ്യും. നീ എന്തായാലും നന്നായിട്ട് തന്നെ ഇത്ര നേരം നിന്നു പപ്പ. പക്ഷേ അധികം വൈകാതെ അവരും താഴത്തേക്ക് വീണു. ബെൻഡെന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് മറ്റൊരു കൊച്ചിൻ്റെ അമ്മയും അവിടേക്ക് ഓടി വന്നിരുന്നു. ഈ സമയത്ത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയും ചെയ്യും. ആ കൊച്ചിനോട് അവൻ്റെ ടീച്ചർ ചോദിക്കുകയും ചെയ്യും, അല്ല നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള എന്തിനാണ്? അതെൻ്റെ അമ്മേനെയാണ്. അമ്മ എന്നോട് ക്ഷമിക്ക്, ഞാൻ ഏറ്റവും പേടിയുള്ളത് അമ്മേനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അമ്മേനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതേ സമയം തന്നെ മറ്റൊരു കൊച്ചു പെൺകുട്ടി ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട്. അവളാട്ടെ പതുക്കെ കരഞ്ഞുകൊണ്ട് മനസ്സിൽ പറയും ചെയ്യും, ഇത്ര നല്ല പാരൻസിനെ കിട്ടിയവരെല്ലാവരും ഭാഗ്യം ചെയ്തവരായിരിക്കുമല്ലേ. ആ ടൈമിൽ തന്നെ പിന്നെ അവളുടെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നീ വിഷമിക്കുന്നു വേണ്ട കേട്ടോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ മിസ് ആൻജെ പറയും ചെയ്യും. പിന്നെ നീ എൻ്റെ അമ്മയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് ജൊഹാനെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് മിസ് ആൻജെ അവളെയും കെട്ടിപ്പിടിച്ച് നേരെ താഴത്തേക്ക് വീഴനായിട്ട് പോയത്. ആരോടെ ഏറ്റവും അവസാനമായിട്ട് ഒരു കൊച്ചു പയ്യനും കൂടെ നടന്നു വരുന്നുണ്ട്. അവൻ പറയും ചെയ്യും, നീ എൻ്റെ കൂടെ ഒന്നും വലിയ വേണ്ട, നിന്നെപ്പോലുള്ള ബ്രദർ ഉള്ളത് തന്നെ എനിക്ക് നാണക്കേടാണ്, എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ റോഡിൻ്റെ അനിയനായിരുന്നു. ഇത് എനിക്കുള്ള ശിക്ഷയായിരിക്കും, എൻ്റെ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഡാന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് നമ്മുടെ റോഡ് അവിടേക്ക് ഓടി വന്നിട്ട് ചാടി അവനെ കെട്ടിപ്പിടിച്ചത്. ഇത് കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ അവൻ നന്നായിട്ട് ശരീരം വേദനിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ അനിയനെ അവൻ വിടാൻ തയ്യാറല്ലായിരുന്നു. ബ്രദർ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അനിയന് അവിടെ ഉച്ചത്തിൽ കിടന്ന് കരയാനായിട്ട് തുടങ്ങി. ഇതെല്ലാം കണ്ടപ്പോൾ ഷോമേസ് ആട്ടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊന്നും ഒരു ബുദ്ധി പോലും ഇല്ലല്ല, എല്ലാം താഴത്തേക്ക് വീഴാനായിട്ട് പോകുന്നു. ഞാൻ ചിരിച്ചിരിച്ച് ചാകും ഇങ്ങനെയാണെങ്കിൽ. മര്യാദക്കാതെ നിങ്ങളൊക്കെ വിട്ടിരുന്നെങ്കിൽ 10 പിള്ളേരുടെ ചാകത്തുള്ളായിരുന്നു. ഇപ്പം നിങ്ങളെല്ലാവരും ചാകാനായിട്ട് പോകുന്നു, എല്ലാം മണ്ടന്മാരാണ്. അയ്യോ എനിക്ക് സഹിക്കാൻ മേലെന്നുകൊണ്ട് അവൻ അവിടെ കിടന്ന് പൊട്ടിച്ചിരിച്ച് അവനവിടെ കരയാനായിട്ട് തുടങ്ങി. ചിരിച്ച് കരയാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് തന്നെ ചെറുതായിട്ട് അവിടെ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആ കുട്ടികൾ എവിടെയോ വന്ന് വീണത്. കൊള്ളോൺ, നമ്മളിത് എവിടെയാണെന്ന് റിപ്ലൈ ചോദിക്കുകയും ചെയ്യും. അമ്മ എനിക്ക് പറഞ്ഞൂടാ, പക്ഷെ നമ്മളെല്ലാവരും സേഫാണ്. ഞാനിതിനെ വിളിക്കുന്നത് ഗം റൈസ് ക്രാക്കർ ബെല്ലി എന്നാണ്. അല്ല, നിങ്ങൾ ആരും എണീറ്റ് മാറുന്നില്ലേ? ഇത് ശരിക്കും സോഫ്റ്റ് ആണല്ലോ. ലൂഫി, അത് നീയല്ലേ? ഈ ടൈമിലാണ് ലോക്കി പറയുന്നത്, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ ലാൻഡ് ചെയ്യുന്ന അടുത്ത സെക്കൻഡ് തന്നെ എല്ലാവരും എൻ്റെ മുഖത്ത് നിന്ന് മാറിക്കണം. മുതുകത്തിന്നോ? എനിക്ക് ആരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മേല. ഞങ്ങൾ ഈ വഴി പോകുമായിരുന്നു, അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾ മേളിൽ നിന്ന് താഴത്തേക്ക് വീണത്. അതെന്തായാലും നന്നായില്ലെന്ന് നമ്മുടെ ലൂഫി പറയും ചെയ്യും. പിന്നെ ഇതിനു വേണ്ടിയൊന്നുമല്ല ഞാൻ ഇവിടേക്ക് വന്നത്, ഞാനൊരു ഡിസ്ട്രോയർ ആണ്. അതുകൊണ്ട് ഇവരുടെ ലൈഫൊന്നും എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല, എല്ലാം മാറിക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ നേരെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഷോമേസ് പറയും ചെയ്യും, അല്ല ഇവിടെ മഞ്ഞ് പെയ്യുവാണല്ലോ, ഇതെന്താ പെട്ടെന്നാട്ടെ അവിടെ ഒരു വലിയ ഇടികൊടുക്കവും ഉണ്ടാകുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ ഡ്രംസ് ഓഫ് ലിബറേഷൻ്റെ ആ ഒരു സൗണ്ട് ആട്ടെ അവിടെ മുഴങ്ങാനായിട്ട് തുടങ്ങും. എൽബഫിലാട്ടെ ഇടിയും കൊടുക്കും, മഞ്ഞും പെയ്യും, ആ മരവും ബാക്കിയുള്ള എല്ലാം ആ ഒരു ഡ്രംസിനനുസരിച്ച് അനങ്ങാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഡാൻസ് കളിക്കുന്ന പോലെ അനങ്ങാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അല്ല, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? ഈ ശബ്ദം ആ ടൈമിൽ തന്നെ നമ്മുടെ ഡ്രംസ് ഓഫ് ലിബറേഷൻ്റെ ശബ്ദമൊക്കെ അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് നമ്മുടെ എൽഡർ ജാർലിന് പെട്ടെന്ന് ഒരു പ്രവസ്ഥയാണ് മനസ്സിലാക്കി വന്നത്. അവനാട്ടെ അത് പറയാനായിട്ടും തുടങ്ങി. ഇടിയും മഞ്ഞുവീഴ്ചയും ഒരുപോലെ ഉണ്ടാകുന്ന കൗതുകകരമായ ഒരു ദിവസം ആകാശത്തിനെ മറച്ചുകൊണ്ട് ഒരു ഭീമൻ പ്രത്യക്ഷപ്പെടും. വിമോചനത്തിൻ്റെ വിദ്യാഘോഷങ്ങൾ മുഴങ്ങുന്ന അന്ന് സൂര്യദേവൻ ഉദിച്ചുയരുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ഷോമേസ് ഞെട്ടിത്തരിക്കുന്നതാണ്. കാര്യം അവരുടെ ഫ്രണ്ടിലായിട്ട് ഒരു മാസീവുള്ള ബ്ലാക്ക് ഡ്രാഗൺ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ലോക്കിയായിരുന്നു. ലോക്കിയുടെ മുഖത്താട്ടെ നമ്മുടെ ജയന്റ് ലൂഫിയും അതേപോലെ നമ്മുടെ റാഗ്നറും ഉണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ലൂഫി പറയും ചെയ്യും, നീ നോക്കിക്കേ, നീ എന്തുമാത്രം വലുതാന്ന്, ഇത് ഭയങ്കര രസമാണെന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ എൽബഫിൻ്റെ ആ ഒരു ടോപ്പ് ലെയറിലേക്ക് വന്നുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഒരു കിടിലൻ ചാപ്റ്റർ തന്നെയായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണെന്നത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. സോ അടുത്ത ആഴ്ച എന്തായാലും ചാപ്റ്റേഴ്സ് കാണത്തില്ല. അടുത്ത ആഴ്ച മറ്റൊരു 1 പീസിൻ്റെ വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.